നമസ്കാരം. റിസർച്ച് ടോപ്പിക്കിലേക്ക് സ്വാഗതം. നിയമസഭയുടെ അവസാന സമ്മേളനത്തിന്റെ ആദ്യ പാദം അവസാനിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നേ ദിവസം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാവുകയും ചെയ്തിട്ടുള്ളത്. SITയുടെ അന്വേഷണം സുതാര്യമാണ് എന്നും പ്രതികൾ പുറത്തേക്ക് പോകുന്നതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു. എന്നോടൊപ്പം ഉള്ളത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ MLA, ഒപ്പം തന്നെ പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് എന്നിവരാണ്. ശ്രീമതി ശൈലജ ടീച്ചർ, ഇക്കാര്യത്തിൽ ശബരിമല തന്നെ ആയിരിക്കും പ്രതിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുക എന്നത് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ ആയിരിക്കുമല്ലോ അവസാനത്തെ നിയമസഭാ സമ്മേളനം. കഴിഞ്ഞ ദിവസം കോടതി അന്വേഷണ തൃപ്തികരമാണ് എന്നും അതിൽ പ്രതികൾ പുറത്തേക്ക് പോകുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പോലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ ആശങ്കയുണ്ട് എന്നാണോ കാണേണ്ടത്, അതോ ഇതൊരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ? പ്രതിപക്ഷത്തിന് മറ്റു വിഷയങ്ങളൊന്നും ഈ സഭയിൽ ഉന്നയിക്കാനില്ല. മാത്രമല്ല, ഈ വിഷയത്തിൽ തന്നെ അവരിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ജനങ്ങൾ കാണുകയാണ്. ഇപ്പം പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ അവർ നിയമസഭയിൽ ഇരുന്നില്ല. ഇന്നലെ ഇന്തോ US കരാറിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനടക്കം ഈ രാജ്യത്തിനടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നാണ് നിയമസഭയിൽ ഭരണപക്ഷം ആഗ്രഹിച്ചത്. ആ പ്രമേയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ സഹകരിക്കാനോ അവർ തയ്യാറായില്ല. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മന്ത്രി രാജേഷ് അവതരിപ്പിച്ചിട്ടുള്ളത് VBG റാംജി വരുന്ന സമയത്ത് 10,000-കണക്കിന് തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന നീക്കം, അതിനെതിരായിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോഴും അവർ സഹകരിച്ചില്ല. അവരുന്നയിക്കുന്ന ഈ ശബരിമല വിഷയം സാധാരണക്കാരെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. ശബരിമലയിൽ നിന്ന് ഈ മോഷണം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, അത് വെളിച്ചത്ത് വന്നു ഇപ്പോൾ എന്നുള്ളത് വസ്തുതയാണ്. ഈ പോറ്റി എന്ന് പറയുന്നയാളെ ശബരിമലയിൽ കയറ്റിയത് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നത് ഇടതുപക്ഷമല്ല, അത് UDFകാരുടെ ഒത്താശയോടുകൂടിയാണ് വന്നിട്ടുള്ളത്. പോറ്റി മാത്രമല്ല, ഈ സ്വർണം വാങ്ങിയിട്ടുള്ള ഗോവർദ്ധൻ, ഈ 2 പേരും ഒരുമിച്ച് UDFകാരുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം കണ്ടു. അത് കേവലം ഒരു യാദൃച്ഛികമായിട്ട് വന്നിട്ടുള്ളതല്ല. സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ പ്രത്യേകിച്ച് നേരത്തെ തന്നെ ആവശ്യമായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം, അനുവാദം കിട്ടണം. ബഹുമാനനായിട്ടുള്ള ശ്രീ K കരുണാകരന് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല, ശ്രമിച്ചിട്ടെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. ഇവിടെ എങ്ങനെയാണ് കേവലം ഒരു ക്ഷേത്രത്തിലെ ഒരു അഡ്വൈസർ, എന്താ പറയേണ്ടത്, ഈ പോറ്റിക്ക് അവിടെ ഈ സ്ഥാനം കൊടുത്തത് UDF ആണ്, UDFൻ്റെ കാലത്താണ്. അന്ന് പരികർമ്മി ആ പരികർമ്മിയും അതുപോലെ തന്നെ ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന ഗോവർദ്ധനും ഒരുമിച്ച് എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കാണാൻ അവസരം കിട്ടിയത്? അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരു ഫോട്ടോയിൽ എന്തിരിക്കുന്നു എന്നുള്ളതല്ല, അത് വെറും ഒരു ഫോട്ടോ അല്ല. അന്വേഷിച്ച് തീരുമാനിച്ചൊരു ദിവസം ഫിക്സ് ചെയ്ത് വരെ 2 പേരെയും കൊണ്ടേ കാണിക്കുന്നു എന്ന് മാത്രമല്ല, എന്തൊക്കെയോ ചില സമ്മാനങ്ങളും കൈമാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്ര വലിയൊരു ആത്മബന്ധം ഇവരെ കൂട്ടിയിട്ട് പോയ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. ഈ ബന്ധങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും SITയുടെ അന്വേഷണം അങ്ങോട്ടേക്ക് നീളും എന്നുള്ളതാണ് കരുതുന്നത്. അത് ഭയന്നിട്ടാവാം മറ്റു ചില ബഹളങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ തിരിച്ചുവിട്ട് ഇതിനെല്ലാം ഉത്തരവാദി ഇടതുപക്ഷ ഗവൺമെൻറ് ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യവും കൂടി പറയാം, SITയെ നിശ്ചയിക്കുന്നത് LDF ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ചല്ല, അത് ഹൈക്കോടതിയുടെ താല്പര്യത്തിനനുസരിച്ചാണ്. പക്ഷേ LDF ഗവൺമെൻറ് ആ ഹൈക്കോടതി അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. കാരണം ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, ഞങ്ങൾക്ക് ഭയക്കാനുമില്ല. അതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ ആ ആളുകളൊക്കെ ശിക്ഷിക്കപ്പെടണം. കാരണം ഭക്തജനങ്ങൾ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന കാശ്, സ്വർണം, അതെല്ലാം പൊതുവായിട്ടുള്ള സ്വത്താണ്, ആ ക്ഷേത്രത്തിൻ്റെ സ്വത്താണ്. അത് മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ളതല്ല. ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം, ആരാണെന്നുള്ളത് അന്വേഷിക്കണം. അതിൽ ഞങ്ങൾക്ക് തികച്ചും ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണമാണ് ഞങ്ങൾ നടത്തിയത്. SIT അന്വേഷിക്കട്ടെ. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ പോലും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നതല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് SITയുടെ ടീം വരുന്നത്. അപ്പോൾ അവരന്വേഷിക്കുന്നു. അതിന് ബഹളം വെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണ് ഇവർക്ക് ജാമ്യം കിട്ടാൻ പാകത്തിന് ഇതൊക്കെ കൊടുത്തതെന്ന്. അതിനിന്ന് വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതി പറയുകയും ചെയ്തു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു എന്നുള്ളത് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ജാമ്യം കിട്ടിയാലും ഒരു പ്രതിയും രക്ഷപ്പെടില്ല. കാരണം കേസ് അന്വേഷണവും അതിൻ്റെ വിചാരണയും, കേസ് അന്വേഷണമാണ് നടക്കുന്നത്. അത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ അതിൻ്റെ വിചാരണ കോടതിയിൽ വരും. ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് അല്പം കാലതാമസം നേരിടുന്നത് എന്നാണ് ഹൈക്കോടതിയും പറഞ്ഞത്. അപ്പോൾ ആ തെളിവുകളെല്ലാം ശേഖരിച്ച് കോടതിയിലെത്തുമ്പോൾ ഇപ്പം ജാമ്യം കിട്ടിയെന്ന് കരുതിയിട്ട് ഒരു പ്രതി രക്ഷപ്പെടില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട്
ഞങ്ങൾ അതിലൊന്നും ഇടപെട്ടിട്ടില്ല, ഇടപെടാൻ കഴിയില്ല. കാരണം ഹൈക്കോടതി അനുവദിക്കുമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു ഇടപെടൽ അതൊരു സ്വതന്ത്ര അന്വേഷണമല്ലേ. അപ്പോൾ ഇല്ലാത്ത കാര്യം പച്ച നുണ പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. കുടുങ്ങാൻ പോകുന്നത് UDF ആണ്, അവരുടെ നേതൃത്വമാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ഈ വെപ്രാളം കാണിക്കുന്നത് എന്നാണ് തോന്നുന്നത്. റൈറ്റ്. MP രാജേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പക്ഷേ അദ്ദേഹം ആശങ്കാകുലനാണ്. ഈ അന്വേഷണത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞാൻ വീണ്ടും ആവർത്തിച്ച്, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അനധികൃതമായ ഇടപെടലുകൾ നടത്തുകയാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രതികളും, ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച പ്രധാനപ്പെട്ട പ്രതികൾ വരെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തു വരുന്നത്. ഒരു അന്വേഷണവും ഒരു തരത്തിലും നടക്കുന്നില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എത്ര വസ്തുതാവിരുദ്ധമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ SIT നിയോഗിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ 2 അംഗ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലും മോണിറ്ററിങ്ങിലും ആണ് SITയുടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനുവരി 5 ഈ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവാണ്. അതിൽ പാരാ 8 പറയുന്നു, SIT ഷാൽ ബി ഡയറക്ട്ലി ആൻസറബിൾ ടു ദിസ് കോർട്ട് and that the investigation shall be conducted with the highest degree of discretion, integrity and confidentiality without divulging any information to the public or the media. എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഇത് സംബന്ധിച്ചൊരു വിവരവുമില്ല. SIT നേരിട്ട് ഞങ്ങളോട് മാത്രം ആൻസറബിൾ ആണ് എന്ന് ഹൈക്കോടതി പറയുന്നു. തീർന്നില്ല. SITയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഇതേ ഉത്തരവിൽ 12ാമത്തെ പാരഗ്രാഫിൽ കോടതി പറയാണ്, It is, however, reported that the officers concerned are competent, trustworthy, and industrious, and that without strengthening the team, it may not be possible to carry out an effective and timely. പുതിയതായി ആഡ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ കുറിച്ച്, അതായത് ഉദ്യോഗസ്ഥ സംഘം കഴിവുള്ളവരാണ്, വിശ്വാസ്യതയുള്ളവരാണ്, മികവുള്ളവരാണ്. ഒന്നാമത്തെ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ഹൈക്കോടതി നേരിട്ട് തന്നെയാണ്. രണ്ടാമത് ആഭ്യന്തര വകുപ്പ് നിയോഗിച്ച ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് ഈ വാചകങ്ങൾ. ഇത് ജനുവരി 5 ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം വരികയുണ്ടായി. ആ നിരീക്ഷണത്തിൽ എന്താ കോടതി പറഞ്ഞത്? അന്വേഷണ സംഘത്തിൽ പൂർണ്ണമായ തൃപ്തിയാണുള്ളത്. രാജ്യത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവരിൽ പലരും നേരത്തെ CBIയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അപ്പൊ CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് തന്നെ നല്ലതല്ല എന്നാണ്. എന്നിട്ട് കോടതി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ജാമ്യം കിട്ടുന്നു എന്നുള്ളതൊരു പ്രശ്നമേ അല്ല. ആരാ പറയുന്നത്? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവധാനതയോടുകൂടി അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കുക. അതിന് സമയമെടുക്കും. ഇതൊരു സാധാരണ കുത്തുകേസല്ല. അപ്പോൾ അതിന് സമയമെടുക്കും. ഒരു പ്രതിയും രക്ഷപ്പെടില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. പക്ഷേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നു പറ്റില്ല. അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ പ്രശ്നം എന്താ? പ്രതികൾ രക്ഷപ്പെടില്ല എന്നുള്ളതാണോ? ഇപ്പോ ജാമ്യം കിട്ടുന്നതിൽ കാര്യമാക്കേണ്ട എന്ന് ഹൈക്കോടതി പറയുന്നു. ആത്യന്തിക ലക്ഷ്യം ഇവരെ ശിക്ഷിക്കുക എന്നതാണ്. പക്ഷേ ജാമ്യം പരിഗണിക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീന്റെ കോടതിക്ക് മറ്റൊരു അഭിപ്രായമുണ്ട്. അതിന് ഇന്നലെ വാക്കാലുള്ള നിരീക്ഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സീൽ വെച്ച കവറിൽ പ്രോഗ്രസ് റിപ്പോർട്ട്, അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ഞങ്ങൾക്കാണ് നൽകുന്നത്. ഞങ്ങൾക്കിതെല്ലാം ബോധ്യമുണ്ട്, ഒരു സംശയവുമില്ല. ഈ സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ ജാമ്യാപേക്ഷ മാത്രമാണ് വരുന്നത്. ജാമ്യാപേക്ഷ നോക്കുന്ന സിംഗിൾ ബെഞ്ചിന് ഈ അന്വേഷണത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ പ്രതിപക്ഷം അത് ആയുധമാക്കുന്നു. പ്രതിപക്ഷത്തിന് ആയുധം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നു എന്നതല്ലാതെ അതിന് വേറൊരു പ്രസക്തിയുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ജാമ്യാപേക്ഷ നോക്കുന്നത് കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. സാമാന്യ നിയമബോധമുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം എന്താ? ജാമ്യാപേക്ഷ നോക്കുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്കേ പോവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ 2 ബെഞ്ചായിട്ട് ഇരിക്കുന്നത്. കേസിന്റെ മെറിറ്റ് നോക്കുന്നത് ആരാ? ഡിവിഷൻ ബെഞ്ചാണ്. അപ്പോൾ അവർക്ക് ബോധ്യമുണ്ട്. കഥയറിയാതെ ആട്ടം കാണുന്ന ആളുകൾ പല അഭിപ്രായങ്ങളും പറയുമല്ലോ. ടീച്ചർ, ഇതിനകത്ത്
നോക്കൂ, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ നിയമസഭാ സമ്മേളനം എപ്പോഴും അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വിഷയങ്ങൾ തന്നെ ഉന്നയിക്കുകയും അതിനൊരു ടേക്ക് ഓഫിനുള്ള ശ്രമം നടത്തുമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തുള്ളപ്പോഴും ഐക്യജനാധിപത്യ മുന്നണി ഇപ്പോഴത്തെ പ്രതിപക്ഷവും അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. പക്ഷേ ഭരണപക്ഷവും അതേ തന്ത്രം സ്വീകരിക്കുന്നു. ഇപ്പോൾ ശൈല ടീച്ചർ കഴിഞ്ഞ ദിവസം, ഇന്ന് TP രാമകൃഷ്ണൻ പുറത്തേക്ക് വരുന്നു, പ്രതിപക്ഷം എന്താണോ ചെയ്യുന്നത് അതേ തന്ത്രം തന്നെ ആവിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാണോ? ഞങ്ങൾ അതേ തന്ത്രം ആവിഷ്കരിക്കുന്നില്ല. ഞങ്ങൾ നിയമസഭാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് അസംബ്ലിയിൽ നിന്ന് ഇറങ്ങിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ, പ്രതിപക്ഷം കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ഉപധനാഭ്യർത്ഥനകളുടെ കാര്യം ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്നലെ ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്ത് അതിന് അന്തിമമായിട്ട് ധനമന്ത്രി മറുപടി പറയേണ്ടതാണ്. പക്ഷെ പ്രതിപക്ഷം ഇരുന്നില്ല. പ്രതിപക്ഷം ഇരിക്കാതിരിക്കുമ്പോൾ അസംബ്ലി നീട്ടിക്കൊണ്ടുപോകാൻ സ്വാഭാവികമായിട്ട് സാധിക്കില്ല. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് സഭ പിരിയുന്നത്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഇന്ന് ബഹുമാനായിട്ടുള്ള മന്ത്രി, ഞാൻ പറഞ്ഞല്ലോ, ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ അപകടം അത് നശിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ചട്ടം 300 അനുസരിച്ച് പ്രസ്താവന സഭയിൽ നടത്തി. അതെല്ലാം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം നിയമസഭയിൽ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ നിരുത്തരവാദ സമീപനം തുറന്നു കാണിക്കാൻ, അവരുന്നയിക്കുന്ന ശരിയല്ലാത്ത ആക്ഷേപങ്ങൾ, ആവശ്യമില്ലാതെ അവർ നടത്തുന്ന ഈ പ്രഹസനം തുറന്നു കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രകടനമായിട്ട് വെളിയിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകുമോ എന്ന ആശങ്ക കാരണമായിരിക്കില്ലേ നിങ്ങളും അതേ തന്ത്രം ആവിഷ്കരിക്കുന്നത്? ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. എന്നാൽ ഈ മാധ്യമങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഈ കേസിന്റെ വിധിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ രാജേഷ് മിനിസ്റ്റർ വായിച്ചിട്ടുള്ള ഭാഗം, ആ കേസിന്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട ചില മാനിപ്പുലേഷൻസ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇതുവരെ കുബുദ്ധികളും എല്ലാം ചേർന്ന് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ജനങ്ങളിൽ പരത്താൻ ഒരുപക്ഷെ ഇവരുടെ പ്രചരണത്തിന് കുറച്ചെങ്കിലും സാധിച്ചേക്കുമോ എന്നുള്ളത് ഞങ്ങൾ കരുതുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാം, ജനങ്ങളോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിച്ചാൽ ഉള്ള സത്യം ഞങ്ങൾക്ക് സത്യമേ പറയാനുള്ളൂ. ആ കാര്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങളുടേതാണ്. ഇപ്പോൾ SITയെ സ്വാധീനിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഈ കേസ് അത്രത്തോളം ശ്രദ്ധിക്കാത്ത ഒരാൾ SITയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിച്ചോ എന്നൊരു സംശയം തോന്നും. എന്നാൽ SITയെ സ്വാധീനിക്കാൻ കഴിയില്ല ഇന്ന കാരണങ്ങളാൽ, അത് കോടതിയുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ജനങ്ങളോട് ഉള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അവർ മുദ്രാവാക്യം വിളിച്ചു പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന്. സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തു നിന്ന് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് വിളിച്ചു. ഇതാണ്. ശ്രീ MP രാജേഷ്, ഇന്നിപ്പോൾ നിയമസഭയിൽ സ്പീക്കർ AN ഷംസീർ പറഞ്ഞത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കോടതി പരിഗണിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സാധാരണഗതിയിൽ പാർലമെന്ററി കാര്യമന്ത്രിയാണ് എഴുന്നേറ്റ് നിന്ന് പറയുക, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പ്ലീസ് ഒന്ന് ചെയറിൽ പോയിരിക്കണം, സുഖകരമായ നടത്തിപ്പിന് ചെയറുമായി സഹകരിക്കണം. നിങ്ങൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ചെയർ ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത്. അതെ, 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണ്. പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസ് വന്നിരുന്നെങ്കിൽ ചർച്ച ചെയ്യുമായിരുന്നു എന്നാണ്. സാധാരണഗതിയിൽ കോടതി പരിഗണിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാറില്ല എന്നുള്ള നിലപാടാണ് എടുക്കുന്നത്. ആ നിലയിൽ അവസാനത്തെ ഒരു അസോൾട്ട് ശ്രമിച്ചു, നിങ്ങൾ പരാജയപ്പെട്ടു. സാധാരണ സബ്ജുഡീസ് ആയിട്ടുള്ള വിഷയങ്ങൾ നിയമസഭയിലോ പാർലമെന്റിലോ ചർച്ച ചെയ്യാറില്ല, ഒരു പൊതുക്കിഴിവഴക്കാതാണ്. എന്നാൽ അത്യപൂർവ സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യാന്നുള്ള നിലപാടെടുത്തതുകൊണ്ടാ, ഇത് രാഷ്ട്രീയമാണ്. പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ടുള്ളൊരു ആക്രമണം നടത്തുകയാണ്, പൂർണ്ണമായും അവാസ്തവങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് അതിനെ തുറന്നു കാണിക്കാൻ സഭയെ ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടത്. സഭയെ ദുരുപയോഗിച്ച് അവർ രാഷ്ട്രീയ പ്രചരണം നടത്തുമ്പോൾ സഭയെ ഉപയോഗിച്ച് തുറന്നു കാണിക്കാം. അത്രമാത്രം ആത്മവിശ്വാസം ഗവൺമെന്റിനുള്ളത് കൊണ്ടാണ് ശരി എങ്കിൽ ചർച്ചയാവാം എന്ന് പറഞ്ഞു. ചർച്ചയാവാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഉന്നയിച്ച പ്രതിപക്ഷം പിൻവാങ്ങുന്നതാണ്. ഇപ്പോഴല്ല കേട്ടോ, ഇത് ഉന്നയിച്ചത് മുതൽ ഒരു ചർച്ചയ്ക്ക് അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. ഉന്നയിച്ചത് മുതൽ ചർച്ചയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ചർച്ച തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഇതിന്റെ രാഷ്ട്രീയം എന്താ? നേരത്തെ ടീച്ചർ ഇവിടെ പറഞ്ഞു, ഉന്നയിച്ചതാരാ? ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുന്നു ഇത് കാണാനില്ല എന്ന്. അടുത്ത ദിവസം അത് സഭയിൽ ഉന്നയിക്കുന്നതാരാ? പ്രതിപക്ഷ നേതാവ്.
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിക്കുന്നു. അപ്പോ ഈ അന്തർധാര വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം അവിടെ കയറ്റിയതാരാ? ഇപ്പൊ പുറത്തു വന്നല്ലോ, UDF ഭരണസമിതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ളത് ഇഹലോകത്തും പരലോകത്തുമുള്ള കോൺഗ്രസ് നേതാക്കൾക്കാണ്. ഒരാൾ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ കാലത്താണ് അവിടെ കയറുന്നത്. അപ്പൊ ഈ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ പരികർമ്മിയായി ശബരിമലയിലെ പരികർമ്മി മാത്രമല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിലെയും പരികർമ്മിയായോ എന്ന് സംശയിക്കുന്ന നിലയിലാണല്ലോ അദ്ദേഹം സ്വതന്ത്രമായി നിർബാധമായിട്ട് അവിടെ കയറി ചെല്ലുന്നതും കയ്യിലെന്തോ കെട്ടിക്കൊടുക്കുന്നതും ഒക്കെ. അതിനെക്കുറിച്ച് അവർ ഒരക്ഷരം മറുപടി പറയുന്നില്ല. എന്താ മറുപടി പറയാൻ ധൈര്യം ഇല്ലാത്തത്? അതുകൊണ്ടാണോ ഈ സഭയിലെ ചർച്ച അവർ ഭയപ്പെടുന്നത്? പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരികർമ്മിയായിട്ട് അടൂർ പ്രകാശ് മാറുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അടൂർ പ്രകാശിന് ഒരു സമ്മാനപ്പൊതി കൊടുക്കുന്നു. അടൂർ പ്രകാശ് 24 മണിക്കൂർ മിണ്ടാതിരുന്നിട്ട് പറയുന്നു അത് വെറും ഈന്തപ്പഴമായിരുന്നു. ഇതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. 5 കൊല്ലം മുമ്പ് ഒരു ഈന്തപ്പഴത്തിന്റെ കഥയും കൊണ്ട് ഇവർ വന്ന് തുറക്കുന്നുണ്ടോ? അന്ന് അതിന്റെ ഉള്ളിൽ സ്വർണം കടത്തിയെന്ന് ആരോപിച്ചവരാണ്. ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയിൽ നിന്ന് കിട്ടിയ സമ്മാനം വെറും ഈന്തപ്പഴമായിരുന്നു എന്ന് UDF കൺവീനറൊക്കെ പറയേണ്ടി വരികയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയമാണ്. ഇനി BJP കാര്യം എടുത്താലോ? BJP ഇതില് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ പരസ്യമായിട്ട് പിന്തുണച്ചവരാണ്. ആരാന്നറിയാമല്ലോ? ഒരു പ്രതിയെ പിന്തുണ അറിയിക്കാൻ വീട്ടിലേക്ക് BJP നേതാവിനെ പറഞ്ഞയച്ചതാണ്. ആ പ്രതിക്ക് BJP-യുമായിട്ടുള്ള അടുത്ത ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരേ സമയം ഈ മോഷ്ടാക്കളോടൊപ്പം ഓടുകയും ഭക്തരോടൊപ്പം നിലവിളിക്കുകയും ചെയ്യാണ് കോൺഗ്രസും BJP. ഇത് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? ഇവർക്ക് ശബരിമലയുടെ പ്രശ്നമാണോ അവരെ നയിക്കുന്നത്? ഒരേ സമയം CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്. ആര്? കോൺഗ്രസും BJP-യുമാണ് ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞ SIT അന്വേഷണമല്ല, CBI അന്വേഷണമാണ് വേണ്ടത് എന്ന്. CBI അന്വേഷണം പ്രതിപക്ഷ നേതാവ് ഇത് ഉന്നയിക്കുന്നത് BJP-ക്ക് ഇവിടെ ആളില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ആളില്ലാത്ത BJP ഹൈക്കോടതിയിൽ എന്താവശ്യപ്പെട്ടു പോയി? CBI അന്വേഷണം ആവശ്യപ്പെട്ടു പോയി. അതാണ് ഇന്നലെ ഹൈക്കോടതി അംഗീകരിക്കാതിരുന്നത്. പിന്നാരെ പോകുന്നത് വിശ്വഹിന്ദു പരിഷത്താണ്. അപ്പോ നോക്കൂ, ആരാണ് ഒരു സംഘമായിട്ട് നിൽക്കുന്നത്? VD സതീശൻ, രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ വിശ്വഹിന്ദു പരിഷത്ത്, ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവരൊരുമിച്ച് നിൽക്കുന്നത് 2 ലക്ഷ്യം. ഒന്ന്, ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുക. 2, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് BJP അന്തർധാര വളർത്തിയെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇവര് ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പൊ ചെറിയ രാഷ്ട്രീയ ലക്ഷ്യമല്ല. ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങൾ നേരിടും. അങ്ങനെ നേരിടാനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ഭയക്കാനില്ലാത്തത് കൊണ്ടും ഒന്നും മറയ്ക്കാനില്ലാത്തത് കൊണ്ടുമാണ് ഒരു ചർച്ച ചെയ്യാം എന്ന് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, സണ്ണി ജോസഫ് പറയുന്നത്, ശൈലജ ടീച്ചർ, ഇതിൽ CPM നേതൃത്വത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ്. മുഖ്യമന്ത്രിയാണ് ആത്യന്തികമായിട്ട് ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഒരു കാര്യം ജനങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഈ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്ന CPM-ന്റെ നേതാക്കന്മാർ, പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവർക്കെതിരെ CPM പാർട്ടി ഇത്രയേറെ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന്, പ്രതിപക്ഷത്തിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഉയർന്നിട്ടും ഇതുവരെയും അവരുടെ പേരിൽ കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതെ, CPM തുടക്കത്തിലേ പറയുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയെ സ്പെസിഫിക് ആയി പറയുന്നു എന്നുള്ളത് കൂടി ഊന്നണം. കാരണം VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇപ്പോൾ സണ്ണി ജോസഫ് പറയുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല. അതെ, ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റാണ്. ഉത്തരവാദപ്പെട്ട രീതിയിലാണ് അദ്ദേഹം സംസാരിക്കേണ്ടത്. ഒരു കേസ് ഇപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിട്ട് വന്നു, അതിനെക്കുറിച്ച് ഹൈക്കോടതി അന്വേഷണം നടത്തുന്നു. ഇതിൽ മുഖ്യമന്ത്രി തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആ കേസിൽ അന്വേഷണം നടക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ 2 പേര്, നമ്മുടെ പത്മകുമാറും വാസുവും ആ കേസിൽ പെട്ടിട്ടുണ്ട്. പെടാൻ കാരണം എന്താ? അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിരുന്നു അവരെന്നുള്ളതാണ്. അവരുടെ പങ്ക് എന്താണ്? അത് ഈ SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി, അന്വേഷണ രേഖയൊന്നും നമ്മുടെ കയ്യിലില്ല, അതിന്റെ ഭാഗമായിട്ട് അവസാനം പുറത്തു വരേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്കിപ്പം പറയാൻ കഴിയില്ല. സ്വർണ്ണക്കൊള്ള നടത്തിയത് പോറ്റിയും സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമാണെന്ന് ഏകദേശം നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിനകത്ത് ഈ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും പങ്കെന്താണ്? അവർ അന്നത്തെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിലപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു? ഇത് നമുക്കെങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുക?
എന്നിട്ടും CPM എന്താ പറഞ്ഞത്? CPM-ന്റെ ആളുകളായതുകൊണ്ട് ഇവർക്കൊരു പങ്കുമില്ല എന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. കാരണം അന്വേഷണത്തിന്റെ ഭാഗമായി അത് തെളിയട്ടെ. CPM അതൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ CPM നിൽക്കില്ല. ഇതിനകത്ത് ഏറ്റവും അവസാനത്തെ കോടതി വിധിയായി വന്നിട്ടുള്ളത് ഈ വാജിവാഹനമൊക്കെ ഉൾപ്പെട്ട വിഷയമായിരുന്നല്ലോ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് റിവീൽഡ് പ്രൈമ ഫേസി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഓർഗനൈസ്ഡ് പിൽഫറേജ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് സേക്രഡ് ടെമ്പിൾ വാല്യുബിൾസ് അലഗ്ലി ഫെസിലിറ്റേറ്റഡ് വിത്ത് ദ ആക്റ്റീവ് കൺവീനിയൻസ് ഓഫ് എൻഗേജ്മെന്റ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹു ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദ സോളം ഡ്യൂട്ടി ഓഫ് സേഫ് ഗാർഡിംഗ് ദ അസറ്റ്സ് ആൻഡ് വാല്യുബിൾസ് ഓഫ് ദ ഡെറ്റി എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടെന്നല്ലേ ഈ വരിയിലൂടെ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അവർക്കൊരു പങ്കുമില്ല നമ്മളിപ്പോൾ പറയാത്തത്. ബട്ട് ഈ കേസിന്റെ വിചാരണ വേളയിൽ ഓരോരുത്തരുടെയും പങ്ക് എന്താണെന്ന് വ്യക്തമാക്കപ്പെടും. ആരാണ് ഇന്റൻഷനലായിട്ട് മോഷണം നടത്തിയത്, ആരാണ് ഇതിന് കൂട്ടുനിന്നത്, ഇത് വ്യക്തമാകാനിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദികളായതുകൊണ്ട് ഇവർക്ക് പങ്കില്ല എന്ന് ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പക്ഷെ ഇവർക്ക് എന്താണ് പങ്കെന്ന് ഈ കേസ് അന്വേഷണത്തിന്റെ ഒടുവിലാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോരുത്തരും അതാണല്ലോ. ദിവ്യയുടെ കാര്യത്തിനകത്ത് അങ്ങനെ പങ്ക് പുറത്തു വരുന്ന കുറ്റപത്രം വന്നതിന് ശേഷമാണോ CPIM സംഘടനാ നടപടിയെടുത്തത്? വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത് അക്കാര്യത്തിലൊരു പൂർണ്ണ അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷമാണോ? ഇതിനകത്ത് ദിവ്യയുടെ കാര്യത്തിൽ ദിവ്യ ഏറ്റവും സമർത്ഥയായിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷേ ക്ഷണിക്കാത്ത ഒരു ഇടത്ത് ദിവ്യ പോയി ചില വർത്തമാനങ്ങൾ പറഞ്ഞത് ഓൺലൈനായിട്ട് പ്രചരിച്ചു. ദിവ്യേന്ദ്രനാണ് അവിടെ പോയതെന്നറിയില്ല. അപ്പോൾ അതും ഇതും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് പ്രചരണങ്ങൾ വന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരു നടപടി സ്വീകരിക്കുക CPM-നെ പോലുള്ള ഒരു പാർട്ടി? ഇവിടെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അങ്ങനെ പ്രകടമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ടോ? ഇവർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് അവിടെ ഉള്ളത് കൊണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇവർക്കതിൽ പങ്കുണ്ട് എന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ട്. CPM പറഞ്ഞിട്ടില്ല പങ്കില്ല എന്ന്. പക്ഷെ ഈ രണ്ട് കേസും താരതമ്യം ചെയ്യാമോ? ഇതനിയിപ്പം ഇവരുടെ വാദം എന്താണെന്ന് ആര് കേട്ടു? ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവർക്ക് എന്തെങ്കിലും ഈ മോഷണത്തിൽ പങ്കുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും CPM അതിനെ ന്യായീകരിക്കില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും ശരിയായ പ്രസ്താവന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പത്തനംതിട്ട. വാസു പാർട്ടി മെമ്പറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ 2 പേര് അയ്യപ്പൻ്റെ സ്വത്ത് കളവ് ചെയ്ത കേസിൽ ജയിലിൽ പോയതിനു ശേഷം, എന്ന് വെച്ചാൽ അതിനകത്ത് ചില നിയമപ്രക്രിയകളില്ലേ ടീച്ചറെ, അതായത് അവരുടെ ജാമ്യാപേക്ഷ അടക്കമുള്ള നിയമപ്രക്രിയ അവിടെ കോടതി കൂടി ബോധ്യപ്പെടുന്നു അവരുടെ ജയിൽവാസം എന്നല്ലേ നമ്മൾ അതിൽ മനസ്സിലാക്കുക. ഇത് ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം തന്നെയല്ലേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം അതല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ഇലക്ഷനേക്കാൾ ബഹുദൂരം മുന്നോട്ട് വന്നല്ലോ LDF. നോക്കൂ, ജനങ്ങളുടെ ചിന്താഗതി എങ്ങനെയാണ്. പാർലമെന്റ് ഇലക്ഷനിൽ വേറൊരു രാഷ്ട്രീയമാണ് വന്നത്. രാഷ്ട്രീയം മാത്രമല്ല, വലിയ തോതിലുള്ള നുണപ്രചരണം, കോൺഗ്രസും ലീഗും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ട്, വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി. നേരത്തെ ലീഗിന്റെ അണികളൊന്നും ഈ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടുന്നതിന് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ കണ്ടത് അവരെ ആകെ സ്വാധീനിക്കാൻ കഴിയും വിധം ഈ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടിയേർന്നു എന്നുള്ളതാണ്. അതുപോലെ കോൺഗ്രസും ലീഗും BJPയും ഒരുമിച്ച് ചേർന്നിട്ട് ചിലയിടത്ത് അവർ പ്രവർത്തിച്ചു എന്നുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കണ്ടു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കണ്ടു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാകുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. എന്നിട്ടും ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. നേട്ടം ഗുണപരമായിട്ടുള്ളതല്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം നോക്കൂ, 40-40 സീറ്റുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയി. എവിടെ കോൺഗ്രസിന്റെ വോട്ട്? മിനിമം അജണ്ട എന്താ? ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക. എന്തിനാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നത്? ഇടതുപക്ഷം വർഗീയതക്കെതിരാണ്. ഇടതുപക്ഷം ക്ഷേമ വികസന പദ്ധതികൾ, ഇന്ത്യക്കാകെ ഒരു ബദൽ എന്നുള്ള നിലയിൽ ഇന്ത്യ ആകെ പെട്ട് കിടക്കുകയാണല്ലോ ഇപ്പോൾ. അവിടെ ട്രംപിന്റെ ചങ്ങല പൂട്ടിട്ടിട്ട് പിടിച്ചിരിക്കുകയാണല്ലോ. സാമ്രാജ്യത്വ അധിനിവേശം, ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്ന് ഒരുപാട് സമരങ്ങളിലൂടെ, രക്തരൂഷിത സമരത്തിലൂടെ തന്നെയാണ്, രക്തരഹിത സമരമായിരുന്നില്ല. അങ്ങനെ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള രാജ്യത്തെ വീണ്ടും ചങ്ങലക്കിട്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ആ സാമ്രാജ്യത്വ അജണ്ടയ്ക്ക് ഒരു ബദൽ കണ്ടുപിടിക്കുകയാണ്. ആ ബദലിലൂടെ പരമാവധി ആളുകളുടെ ജീവിതവും ജീവനും സംരക്ഷിക്കുന്ന ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെന്ന കോമൺ അജണ്ട
ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്, കോൺഗ്രസിനും BJPക്കും. അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും BJPയും ചേർന്ന് LDFനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. ഇങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്? ഇടതുപക്ഷത്തിനാണ്. 1,67,000 കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് ഇടതുപക്ഷം മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ സീറ്റിന്റെ കാര്യത്തിൽ ഈ കുറവുണ്ടായത് എങ്ങനെയാ? ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ജനങ്ങൾ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതും കൂടി മനസ്സിലാക്കണം. ഇവരുടെ ഈ വഞ്ചന, ജനവഞ്ചന, അത് മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും ഇപ്പോഴുള്ള അവസ്ഥയല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിനുണ്ടാവുക. ബഹുഭൂരിപക്ഷ ആളുകളും ഇവരുടെ ഈ ശരിയല്ലാത്ത ജനവിരുദ്ധമായിട്ടുള്ള ഈ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇടതുപക്ഷം വേണമെന്ന് ആഗ്രഹിക്കും. ശ്രീ MP രാജേഷ്, അതേ കോടതി വിധിയിൽ തന്നെ ഈ വാജിവാഹനത്തെ കുറിച്ച് പറയുന്നുണ്ട്. സബ്സിക്വന്റ് ടു ദ റീപ്ലേസ്മെന്റ് ദ വാജിവാഹനം അഫിക്സസ് ടു ദ ഓൾഡ് കൊടിമരം വാസ് ഹാൻഡഡ് ഓവർ ടു Mr. Kandaroo Rajeevar, the main Tantri, by the president and member of the Travancore Devasam Board. The Vajivahanam was covered and seized under a duly prepared search list with the assistance of a deity goldsmith എന്ന് പറഞ്ഞുകൊണ്ട് അതെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 90 ദിവസം കഴിയുമ്പോഴേക്കും സ്വാഭാവിക പ്രക്രിയയിലൂടെ ഈ പ്രതികൾ പുറത്തേക്ക് പോകുന്നത് അതൊരു ആശങ്കപ്പെടുത്തുന്ന നീക്കമാണെങ്കിൽ തന്നെയും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കത്തിക്കുത്ത് പോലെയോ ഒരു മോഷണം പോലെയോ പെട്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒട്ടേറെ ഫോറൻസിക് പരിശോധനകൾ, തെളിവുകൾ, മാത്രമല്ല പഴയകാല റെക്കോർഡുകളൊക്കെ ശേഖരിക്കേണ്ടതാണെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കെങ്കിലും ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഏപ്രിൽ 2ാം വാരം മുതൽ മെയ് 2ാം വാരം വരെയുള്ള കാലയളവിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുള്ളിൽ ഈ ഒരു നിയമപ്രക്രിയ പൂർത്തിയാക്കി അഗ്നിശുദ്ധി വരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ പാർലമെന്ററി കാര്യമന്ത്രി? ഒന്ന്, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഹൈക്കോടതി അതിൽ പൂർണ്ണമായ തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊസസീവ് ആണെന്നാണ് തോന്നുന്നത് കോടതി. അതെ, ഞാൻ പറഞ്ഞത് അതെ. ഹൈക്കോടതി, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം, ഹൈക്കോടതി അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഞങ്ങളോടാണ് ഇവർ മറുപടി പറയേണ്ടത്. ഞങ്ങളാണ് ഇതെല്ലാം പരിശോധിക്കുന്നത്, ഞങ്ങൾക്ക് മാത്രമേ ഇക്കാര്യങ്ങൾ അറിയാവൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അത്ര കോൺഫിഡൻസോടുകൂടി നീതിപീഠം, കേരളത്തിലെ ഏറ്റവും ഉയർന്ന നീതിപീഠം പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ അജണ്ട രാഷ്ട്രീയമാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ജനങ്ങളുടെ വിശ്വാസം എന്തിലാ? നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, നിയമവ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസം ആത്യന്തികമായിട്ട് എന്തിലാ? നീതിപീഠത്തിലാണ്. അല്ലാതെ ഗവൺമെന്റിലോ പ്രതിപക്ഷത്തിലോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്കലി നിങ്ങൾക്ക് അഗ്നിശുദ്ധി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നീതിപീഠം ഈ കാര്യങ്ങളിൽ ഒരു സംശയം പ്രകടിപ്പിക്കാത്തിടത്തോളം കാലം അത് ഇടതുപക്ഷത്തെ ബാധിക്കുന്നില്ല. പിന്നെ രാഷ്ട്രീയ പ്രചരണമാണ്. രാഷ്ട്രീയ പ്രചരണത്തെ ഞങ്ങൾ നേരിട്ടപ്പോൾ നിയമസഭയിൽ നേരിട്ടല്ലോ. നിയമസഭയിൽ നേരിട്ടപ്പോൾ പ്രതിപക്ഷത്തിന് പത്തി മടക്കേണ്ടി വന്നില്ലേ? പിൻവാങ്ങേണ്ടി വന്നില്ലേ? ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചരണം നേരിടും. ഇനി സഭയിൽ സംവാദത്തിന് അവർ തയ്യാറായില്ല. പുറത്തുണ്ടോ? സംവാദത്തിന് തയ്യാറാണോ? ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. അങ്ങനെ വെല്ലുവിളി ഉണ്ടോ പ്രതിപക്ഷ നേതാവിനോടോ അല്ലെങ്കിൽ പ്രതിപക്ഷ? അല്ല, ഞാൻ ചോദിക്കുന്നത് സഭ ഏറ്റവും വലിയ അവസരമായിരുന്നു. അത് ഉപയോഗിക്കാത്തവർ ഇനി പുറത്തു വരുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? പുറത്തൊരു സംവാദത്തിന് അവർ തയ്യാറാവും എന്ന് തോന്നുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് മോണോലോഗിന് മാത്രമേ തയ്യാറുള്ളൂ. എവിടെ? പ്രതിപക്ഷ നേതാവിനോട് അസൗകര്യമുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലെന്ന് ഉറപ്പുള്ള മാധ്യമങ്ങളുമായിട്ടുള്ള മോണോലോഗിന് മാത്രമേ അദ്ദേഹം തയ്യാറുള്ളൂ. അല്ലെങ്കിൽ സഭയിലെ ഏറ്റവും വലിയ സംവാദത്തിന്റെ വേദി, അവിടെ അതിന് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഈ രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ്. ആ രാഷ്ട്രീയ അജണ്ട എന്ന് പറഞ്ഞാൽ കേവലം ശബരിമലയിൽ മാത്രമല്ല എന്ന് നമ്മൾ ഓർക്കണം. 2019 അവസരം കിട്ടിയപ്പോൾ ശബരിമലയെ മുൻനിർത്തി ഉണ്ടാക്കിയ ഒരു ധാരണ, കോൺഗ്രസ് BJP ധാരണ നമ്മൾ ഓർക്കണം. ഒരു സുവർണാവസരം എന്ന് അന്ന് BJP നേതാവ് പറഞ്ഞത് എങ്ങനെ ഉപയോഗിച്ചത് രണ്ടു കൂട്ടരും എന്ന് നമ്മൾ കാരണം. അന്ന് കോൺഗ്രസിന്റെ ആഹ്വാനം ഓർമ്മയുണ്ടോ? കൊടിമടക്കി BJPയുടെ ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. കൊടികൾ ഉപേക്ഷിച്ച് പോകാനായിരുന്നു. അപ്പോൾ അതുപോലെ ഒരവസരം ഇപ്പൊ സൃഷ്ടിച്ചെടുക്കാനാണ് കോൺഗ്രസും BJPയും കൂടി ശ്രമിക്കുന്നത്. BJPക്കും അതിൽ താല്പര്യമുണ്ട്. കാരണം BJP കാണുന്നത് എന്താ? BJPക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ വഴിമുട്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് BJPക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാനായിട്ടില്ല. ഏറ്റവും കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഷെയർ നോക്കിയാൽ എന്താ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ താഴേക്ക് വരികയാണ് ചെയ്തത്. എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? എന്താണ് BJPയുടെ രാഷ്ട്രീയം? ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ്. ആ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം വിലപ്പോവാത്തതിന്റെ ഏക കാരണം എന്താണ്?
ഏക കാരണം ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും BJP പ്രയോഗിച്ച് വിജയിച്ചത് ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ്. കേരളത്തിൽ മാത്രം അത് വിജയിപ്പിക്കാനാവുന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, ഇടതുപക്ഷ ഗവൺമെന്റ്. അപ്പൊ BJP കാണുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിനെ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ട് പകരം വെച്ചാൽ അവർക്ക് അനായാസമായിട്ട് ഈ ധ്രുവീകരണ രാഷ്ട്രീയം പ്രയോഗിക്കാൻ പറ്റും. അനായാസമായിട്ട് പ്രയോഗിക്കാൻ പറ്റും. നോക്കൂ, നിയമസഭയിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അവരും ഈ പറയുന്ന രീതിയിലൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റുമായി രംഗത്ത് വരാൻ പോവുകയാണ്. അപ്പോഴാണ് ഇന്ന് നിയമസഭയിൽ താങ്കൾ 2 ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് സാധിച്ചോ? 2, ഒരു മന്ത്രിക്കെതിരെയെങ്കിലും അന്വേഷണം നടത്തുന്നതിന് എഴുതി കൊടുത്ത് ആരോപണം ഉന്നയിക്കാൻ സാധിച്ചോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അജണ്ട തീരുമാനിച്ചിരിക്കുന്നു, പ്രതിപക്ഷവും പ്രതിപക്ഷത്തിന്റെ അജണ്ട തീരുമാനിച്ചിരിക്കുന്നു അല്ലേ? ഈ നിയമസഭയുടെ അവസാന സമ്മേളനത്തിന്റെ 1ാം പാദം അവസാനിച്ചു. ഇനി 2ാം പാദമാണുള്ളത്. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. അപ്പൊ അതുകൊണ്ട് 2ാം പാദം പൂർത്തിയാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാണോ നോട്ടിഫിക്കേഷൻ വരുന്ന അന്ന് പിന്നീട് നിയമസഭാ സമ്മേളനം തുടരില്ല എന്നുള്ള നമുക്കെല്ലാം അറിയാം. അപ്പൊ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നു. ആ അവസരവും കഴിഞ്ഞു, പിന്നിട്ട് കഴിഞ്ഞു. അവിശ്വാസ പ്രമേയം ഇല്ലാത്ത ഏതെങ്കിലും സഭ ഉണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. എന്റെ പരിമിതമായിട്ടുള്ള അറിവിൽ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം നമുക്ക്. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഒരു അവിശ്വാസ പ്രമേയം എന്ന്. കഴിഞ്ഞ സർക്കാരിനെതിരെ കൊണ്ടുവന്നല്ലോ, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നില്ലേ? അപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോലുമുള്ള വിശ്വാസം അവനവനിലില്ലാത്ത പ്രതിപക്ഷമാണെന്ന് ഓർക്കണം. സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ അവർക്കൊരു അതിനുള്ള വിശ്വാസം വേണ്ടേ, ആത്മവിശ്വാസം വേണ്ടേ? അതില്ലാത്ത ഒരു പ്രതിപക്ഷമാണ്. അതാണ് പ്രതിപക്ഷത്തിന്റെ സ്ഥിതി. അപ്പൊ ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് അവസാനം ശബരിമല ഉപയോഗിക്കുന്നത്. നോക്കൂ, ഈ 5 കൊല്ലത്തിനിടയിൽ ഒരു മന്ത്രിക്കെതിരെ ഒരു ആരോപണം നിയമസഭയിൽ എഴുതി കൊടുത്തുന്നയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പ്രതിപക്ഷം എത്ര പ്രതിരോധത്തിലാണ്, എത്ര നിരായുധരാണ് എന്നാണ് ഈ കാണിക്കുന്നത്. ആ രാഷ്ട്രീയമായി നിരായുധീകരിക്കപ്പെട്ട പ്രതിപക്ഷം, ഹതാശരായ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന്റെ കച്ചിത്തുരുമ്പായിരുന്നു ഈ ശബരിമല എന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാക്രമമൊക്കെ നിയമസഭയിൽ കാണിച്ചത്. അവര് തന്നെ പാർലമെന്ററി മര്യാദകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം സ്വയം ലംഘിച്ച് ഈ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിരാശയുടെ അങ്ങേ അറ്റത്താണ് അവർ. നിരാശയുടെ തമോഗർത്തത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. പിന്നെ പ്രതിപക്ഷത്തിന്റെ തന്നെ ആഭ്യന്തര സംഘർഷങ്ങളുണ്ട് കേട്ടോ. ഇപ്പോ പ്രതിപക്ഷ നേതാവ് ഭയങ്കര അരക്ഷിതനുമാണ്. പ്രതിപക്ഷ നേതാവ് ഒരു അരക്ഷിതാവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനേകം പേരുകളാണ് വരുന്നത്. പ്രതിപക്ഷത്തിന്റെ ലീഡർഷിപ്പ് ക്രൈസിസ് നിൽക്കുന്നു. അത് ഇവരെ എല്ലാവരെയും അരക്ഷിതാവസ്ഥയിലാക്കുന്നു. അപ്പൊ മേഖലയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരാക്രമം കൂടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ലീഗ് ഉയർത്തുന്ന സമ്മർദ്ദം. താങ്കളും ശ്രീ രാജീവും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കും. ചില ആളുകൾക്ക് നമ്മളെ കണ്ടാൽ ഇഷ്ടപ്പെടില്ലല്ലോ. ആ നിലയിലാണ് രാജീവൊക്കെ പ്രത്യേകിച്ച് ഇന്നലെ സഭയിൽ പെരുമാറിയത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുണ്ടായിരുന്ന മുഴുവൻ ചിന്തയും സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഞങ്ങൾ ആരെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അനുചിതമായ അല്ലെങ്കിൽ അതിര് കടന്ന എന്തെങ്കിലും ഒരു വാക്ക് നടത്തിയിട്ടുണ്ടോ, ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് ആരെക്കുറിച്ചെങ്കിലും അത് പറയാതിരുന്നിട്ടുണ്ടോ? ബഹുമാനായ മന്ത്രി ശിവൻകുട്ടിയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ലോകം മുഴുവൻ കണ്ടതാണ് ഉപയോഗിച്ച വാക്കുകൾ എന്താ. അടുത്ത ദിവസം ഒരു കുസലില്ലാതെ അദ്ദേഹം നിയമസഭയിൽ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോഴാണ് അതൊരു അസാമാന്യമായിട്ടുള്ള ചങ്കൂറ്റാണ് കേട്ടോ. ആളുകൾക്ക് എല്ലാവിധ അറിയാം എന്ന് അവനവൻ അറിഞ്ഞിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ അവനവന്റെ വിശ്വാസ്യതയെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതുമെന്നത് അദ്ദേഹത്തിന് പ്രശ്നമല്ല. ഇതാ ശൈലജ ടീച്ചറെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ, അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞത് വ്യക്തിപരമായ അധിക്ഷേപം എന്തായിരുന്നു മറന്നോ? ശ്രീമതി ടീച്ചറെ കുറിച്ച് ഈ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച വാക്കെന്തായിരുന്നു എന്നുള്ളതോ മറന്നോ? AK സെന്ററിന് നേരെ ബോംബെറിഞ്ഞ സമയത്ത് ശ്രീമതി ടീച്ചർ അതിനുള്ളിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ എത്ര അധിക്ഷേപകരമായിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഇടതുപക്ഷ നേതാക്കന്മാരെ ഇത്രമാത്രം വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും രീതിയാണ് വ്യക്തിപരമായ അധിക്ഷേപം എന്നുള്ളത്. ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണാറുള്ളൂ. ഞാൻ ഇന്നലെ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചല്ലോ, ഏതാണ് ഞങ്ങൾ ആർക്കെങ്കിലും എതിരെ ഉന്നയിച്ച അധിക്ഷേപകരമായ വാക്ക്? ഇവിടെ അങ്ങ് പറയൂ, ഇപ്പൊ പറയൂ.
സ്പീക്കറോട് പറഞ്ഞു അങ്ങ് പരിശോധിക്കൂ, ശാസിക്കൂ അങ്ങ് ഞങ്ങളെ. പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം മിണ്ടാതെ ഞങ്ങൾ ഈ പറയുന്നതിന് മറുപടി ഇല്ലാതിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. അപ്പോൾ ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കും, കാടടച്ച് ആരോപണം ഉന്നയിക്കും. അദ്ദേഹം പറഞ്ഞതിന് നേർവിപരീതമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. ഇതിനൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ആണുള്ളത്. എന്നിട്ടോ ഒരു അല്പം നിശിതമായ വിമർശനം നേരിടേണ്ടി വന്നാൽ അയ്യോ ഇവരെല്ലാവരും കൂടി എന്നെ ആക്ഷേപിക്കുന്നേ എന്ന് പറയുകയും ചെയ്യും. ശൈലജ ടീച്ചർ, അവസാനമായിട്ട് നോക്കൂ, വൈകാരികമായ വിഷയവുമായി തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിജയിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഇല്ലാതെയും വിജയിക്കാൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻപെങ്ങുമില്ലാത്ത വിജയം നേടാൻ UDF-ന് സാധിച്ചു എന്ന് പറയുമ്പോൾ അതേ വിഷയം തന്നെ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുമ്പോൾ എത്ര കണ്ട ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യം? ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഈ പറയുന്ന 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമലയെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം കുറേ ആളുകളെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2021 തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം ജയിച്ചു വന്നല്ലോ. അങ്ങനെ വരാൻ എന്താ കാരണം? ആ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, 4 മിഷനുകൾ പ്രത്യേകിച്ച്, ആ 4 മിഷനുകളിലൂടെയും കേരളം ആർജിച്ചിട്ടുള്ള നേട്ടം എത്രയാണ്? അതിനുശേഷമുള്ള 5 വർഷം ആ മിഷനുകളെല്ലാം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. പുതിയ കുറേ കാര്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങൾ എടുത്തിട്ടുള്ളത് വിജ്ഞാന കേരളം പദ്ധതി ഉണ്ടല്ലോ. എന്താ അത്? മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെല്ലാവരും അവരുടെ ജീവിത രീതിയൊക്കെ മെച്ചപ്പെട്ടിരിക്കുന്നു, അവർക്ക് വസ്ത്രം ധരിക്കാനുണ്ട്, ഭക്ഷണം കഴിക്കാനുണ്ട്, പാർപ്പിടമുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? വളർന്നു വരുന്ന തലമുറയിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കണ്ടെത്തണം, സുസ്ഥിരമായൊരു തൊഴിൽ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ജീവിതം സസ്റ്റൈനബിൾ ആവണമല്ലോ. അതിനെന്താ മാർഗം? സെൻട്രൽ ഗവൺമെൻറ്റിനെ ആശ്രയിക്കാൻ കഴിയുന്നില്ല. അത് മുഴുവൻ സാമ്രാജ്യത്വത്തിന് അടിപെട്ട് കിടക്കുക, ഒളിഞ്ഞു കിടക്കുകയാണ് ഈ രാജ്യം. നമ്മളെ സഹായിക്കാൻ അവർ തയ്യാറാവുന്നുമില്ല. അപ്പോൾ പിന്നെ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്താൻ, ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ വ്യവസായ വകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എല്ലാം ചേർന്ന് ഇപ്പോൾ നാട്ടിൽ നടത്തുന്ന ഒരു വലിയ പ്രവർത്തനമുണ്ട്. അതിലൂടെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തി അവർക്ക് ഉചിതമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോഴ്സുകൾ ആരംഭിച്ച് അതിലെല്ലാം വിന്യസിച്ച് പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള വർഷമായി 5 വർഷം കടന്നുപോയത്. നമ്മൾ എല്ലാ മേഖലയിലും കേരളത്തിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വ്യവസായികളിൽ നിന്ന് കേരളത്തിലുണ്ടായ വർഷം ഉണ്ടായിട്ടില്ല, ഭരണം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഇപ്പോൾ അടുത്ത നാളുകളിൽ ഗ്ലോബൽ ഗോൾഡ് സിറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കമ്പനി കിൻഫ്ര പാർക്കിൽ സ്ഥലം ചോദിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയും ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇതിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയും എല്ലാം ചേർന്ന് 3 ലക്ഷം കോടിയുടെ നിക്ഷേപം, 10 ലക്ഷം പേർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന വൻകിട നിക്ഷേപം. ഇതൊന്നും ഒരു തമാശയല്ലല്ലോ. ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ യുവാക്കൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ നിന്ന് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പുറത്തേക്ക് താല്പര്യത്തോടെ പോയ യുവാക്കൾ ഇവിടെ വന്ന് സംരംഭങ്ങൾ ആരംഭിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. വമ്പിച്ച തോതിലായിട്ടില്ല, അതാവും എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് കാലികമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്തു പോകുന്ന ഒരു ഗവൺമെൻറ്റിനെ ജനം സ്വീകരിക്കില്ലേ? UDF വന്നാൽ എന്താ സ്ഥിതി? പ്രകടമായിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ വന്നാൽ ലൈഫ് മിഷൻ ക്യാൻസലാക്കും. 5 മിഷനും ക്യാൻസലാക്കും. ലൈഫ് പദ്ധതിയിൽ ഇനി ആരെങ്കിലും കുറച്ച് പേര് കിട്ടാൻ ബാക്കിയായിട്ടുണ്ടെങ്കിൽ ആ മിഷൻ തുടർന്നാലല്ലേ അവർക്ക് ഭാവിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ജനങ്ങൾ മനസ്സിലായി. ഇവരുടെ വിചാരം എന്താണെന്നറിയോ? ലൈഫിൽ വീട് കിട്ടാത്തവരെല്ലാം പിണങ്ങിയിരിക്കുകയാണെന്നാണ്. പക്ഷെ അവർക്ക് നന്നായിട്ടറിയാം, മിക്കവാറും ആളുകൾക്ക് കൊടുത്തു. എന്നാലും ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അർഹതയുള്ള കുറച്ച് പേർ ഒഴിവായി പോയിട്ടുണ്ടാവുമല്ലോ. ആ ഒഴിവായവർക്ക് കൂടി കിട്ടണമെങ്കിൽ ഈ ലൈഫ് പദ്ധതി നിലനിൽക്കണ്ടേ? ആർദ്രം മിഷൻ കേരളത്തെ ഇപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥയുടെ മുദ്രാവാക്യം കോൺഗ്രസിൻ്റെ യുഗത്തിലേക്ക് നയിക്കാൻ. ഏത് യുഗത്തിലേക്ക്? 2016 മുമ്പുള്ള കേരളം എന്തായിരുന്നു ആരോഗ്യ മേഖലയിൽ? ആശുപത്രികളെല്ലാം എത്ര അഭിശപ്തമായ രീതിയിലായിരുന്നു. ഞാൻ മന്ത്രിയായ ഉടനെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ സന്ദർശിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബഹളം ആരോ എടുത്തത് യൂട്യൂബിലിട്ടിരുന്നു. ഇപ്പോഴും ഞാനിങ്ങനെ അത് കാണുമ്പോൾ എനിക്കൊരു അത്ര വൃത്തികെട്ട രീതിയിൽ, പരിതാപകരമായ രീതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എത്തിച്ചിട്ടാണ് അവർ ആ ഭരണം അവസാനിപ്പിച്ചത്. ആർദ്ര മിഷനിലൂടെ ഈ കഴിഞ്ഞ 10 വർഷം എന്തൊരു നേട്ടമാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നു, വെറുതെ ഉണ്ടായതാ. ഹൃദയമാറ്റ ശസ്ത്രക്രിയ ജനറൽ ഹോസ്പിറ്റലിൽ നടത്തുന്നു.
എല്ലാ ജില്ലാ ഹോസ്പിറ്റലിലും കാത്ത് ലാബ് കൊടുത്തിരിക്കുന്നു. കാർഡിയോളജിയും നെഫ്രോളജിയും ന്യൂറോളജിയും 3 സൂപ്പർ സ്പെഷ്യാലിറ്റി ജില്ലയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. 315 108 ആംബുലൻസുകൾ കേരളത്തിൽ റോന്തു ചുറ്റുക എല്ലാ ദിവസവും. ആരാ വിന്യസിച്ചത്? UDF ആണോ? ഞങ്ങളല്ലേ? ട്രോമ കെയറിന്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ പറയുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ, ബഹുമാനായിട്ടുള്ള മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, പാഠപുസ്തകം കിട്ടാത്ത ഒരു വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനും ഒരു ടീച്ചറാണ്. പുസ്തകം കിട്ടാനായിട്ട് എവിടെയെങ്കിലും നിധി പോലെ ഒരു പുസ്തകം കിട്ടിയാൽ അതിൻ്റെ പേജുകൾ പറിച്ച് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കുട്ടികൾ പഠിച്ചത് UDFന്റെ കാലത്താണ്, ഇടതുപക്ഷ മുന്നണിയുടെ കാലത്തല്ല. എത്ര ഭംഗിയായി വിദ്യാഭ്യാസ മേഖലയെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പുനർജനി എന്താണ് ഒരു ഏഷ്യാനെറ്റ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു പെൺകുട്ടി നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്ററെ കുറിച്ച് ചോദിച്ചു പോകുമ്പം കുട്ടികളെല്ലാം സംതൃപ്തരായിട്ട് പറയുന്നു, ഞങ്ങൾക്ക് സ്കൂളിൽ നല്ല അന്തരീക്ഷമാണ്, പശ്ചാത്തല സൗകര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്, എല്ലാം ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്, പാഠപുസ്തകം കിട്ടുന്നുണ്ട്, ഞങ്ങൾ സംതൃപ്തരാണെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഉണ്ടായിട്ടുള്ള മാറ്റം ചെറുതല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. കാരണം ഞങ്ങൾക്ക് അമിതമായ ഉത്കണ്ഠയില്ല. ഞങ്ങൾക്കിതെല്ലാം തുടരണമെങ്കിൽ, ഇനിയും കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ, ഒരു മതവർഗീയ ലഹളകളില്ലാത്ത സമാധാനപൂർണമായൊരു സമൂഹമായി കേരളത്തെ നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷം ഉണ്ടാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമാകണം. ഇതിൻ്റെ കൂടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ അണിചേരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയും RSSും പറയുന്ന തത്വശാസ്ത്രത്തിൻ്റെ പിറകെ പോയി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം കാണുന്ന അരക്ഷിതാവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? പക്ഷെ ഒരു മീഡിയ നറേറ്റീവ് അതിനെക്കുറിച്ച് CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യഥാർത്ഥത്തിൽ ബോധവാന്മാരാണോ? കാരണം സംഘടനാ തലത്തിൽ ഒരുപക്ഷെ CPIനായിരിക്കും ശക്തി കൂടുതൽ. പക്ഷെ എല്ലാ ദിവസവും ഈ മാധ്യമങ്ങൾ എത്തുന്നത് CPIനേക്കാളോ സംഘടനയെക്കാളോ മാധ്യമങ്ങൾ എത്തുന്നത് ആ ഫ്രീക്വൻസി മാധ്യമങ്ങൾക്കാണ്. നികേഷ് കുമാർ പറഞ്ഞത് ശരിയാണ്. കാരണം കുത്തക മാധ്യമങ്ങളെല്ലാം UDFന്റെയോ BJPയുടെയോ കൂടിയാണ്. ഞങ്ങൾക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ചില്ലിക്കാശ് ഉപയോഗിച്ച് ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നവരാണ്. അപ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ ജനങ്ങളെ കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ള മാർഗം. ഞങ്ങളെല്ലാവരും പോകുന്നു, വീടുകൾ കയറുന്നു, ചെറിയ ചെറിയ യോഗങ്ങൾ നടത്തുന്നു. അതിലൂടെ ആളുകളെ ഞങ്ങൾ കാണാനും ഞങ്ങളെ കേൾക്കാനും അവരെ പ്രേരിപ്പിക്കുന്നു. അവർ വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ നിങ്ങളെല്ലാം നടത്തുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ കേൾക്കുന്ന ജനങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ദയവായിട്ട് ശ്രമിക്കണം. കാരണം ഞങ്ങൾക്ക് വൻകിട മാധ്യമങ്ങളുടെ പിന്തുണയില്ല. മീഡിയ നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ കരുതിക്കൂട്ടി ഒരു നറേറ്റീവ് ഉണ്ടാക്കേണ്ടതില്ല. ഞങ്ങൾ ദൈനംദിനം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഗുണഫലം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അത് ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങളെല്ലാം ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾ വളരെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. റൈറ്റ്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചർ, ഒപ്പം തന്നെ പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ്, നന്ദി റിസർച്ച് ടോപ്പിക് എന്ന വിഷയത്തിൽ സംസാരിച്ചതിന്. വീണ്ടും മറ്റൊരു വിഷയത്തിൽ കാണുന്നതുവരെ നമസ്കാരം.